ജയസൂര്യൻ ചേട്ടാ, കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായൊരു സംഭവം നടന്നു. നമ്മുടെ തൊടുപുഴയ്ക്കടുത്ത് ഒരു ചെറുപ്പക്കാരനെ കാട്ടാനകൾ ആക്രമിച്ചു. ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. അതായത് വനാതിർത്തിയിൽ മേയാൻ കെട്ടിയിരുന്ന പശുവിനെ അഴിക്കാൻ പോയതാണ് ഇയാൾ. കൂടെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഇയാളിനെ കണ്ടതും കാട്ടാനകൾ, രണ്ടോ മൂന്നോ കാട്ടാനകൾ വരികയും ഇവരെ ആക്രമിക്കുകയും ചെയ്തു. ഇയാളിനെ ആന കൊലപ്പെടുത്തി. മറ്റേ ആൾ ഗുരുതരമായി പരിക്കേറ്റു, ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാസ്തവത്തിൽ വനം വകുപ്പ്, കേരളത്തിൻ്റെ വനം വകുപ്പ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൻ്റെ വനവിസ്തൃതി വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ വർദ്ധിച്ച വനവിസ്തൃതി ഉണ്ടായിട്ടും വനത്തിൻ്റെ അളവ് അത് കൂടിയിട്ടും ഈ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങളെ ആക്രമിക്കുന്നു, കൃഷി നശിപ്പിക്കുന്നു. ഇതിങ്ങനെ തുടർച്ചയാണ്. എന്നാൽ അത് മറ്റ് പല സംസ്ഥാനങ്ങളിലും വനവും ഉണ്ട്, വന്യമൃഗങ്ങളും ഉണ്ട്. അവിടെ ഒന്നുമില്ലാത്ത ഈ പ്രശ്നം എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം? ഇതിനെക്കുറിച്ച് ഒരുപാട് നമ്മൾ പറഞ്ഞു പഴകി. പക്ഷേ യഥാർത്ഥ കാരണം എന്താണ്? അങ്ങക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഇത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. ഇപ്പോ പ്രശാന്ത് പറഞ്ഞല്ലോ, വനവിസ്തൃതി വർദ്ധിക്കുകയാണ് എന്ന്. കട്ടപ്പന ടൗൺ, കട്ടപ്പന ബസ് സ്റ്റാൻഡ് അടക്കം ഇരിക്കുന്ന സ്ഥലം നിയമപ്രകാരം വനമാണ്. എന്നാൽ അവിടെ ചെന്നാൽ ഒരു വനമൊന്നും കാണാൻ പറ്റുന്നില്ല. അത് മുഴുവൻ വലിയ, എറണാകുളത്തിനേക്കാൾ വലിയ ടൗൺഷിപ്പാണ് കട്ടപ്പന. നിയമപ്രകാരം വനമാണ്. ഇങ്ങനെയുള്ള കണക്ക് വെച്ചുകൊണ്ടാണ് വനവിസ്തൃതി വർദ്ധിച്ചു എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കണക്കും കൂടിയുണ്ട്. ഈ തോട്ടങ്ങൾ, ഇപ്പൊ റബ്ബർ തോട്ടങ്ങൾ വനമാണ് എന്ന് ആകാശത്ത് നിന്ന് താഴോട്ട് നോക്കിയാൽ തോന്നും, പക്ഷെ വനമല്ല. അതുപോലെ തന്നെ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ, കൃഷി നഷ്ടമായിട്ട് കർഷകന് ഉപേക്ഷിച്ചു പോയ സ്ഥലങ്ങൾ, അവിടെ കാടും പള്ളയും വളർന്നിട്ട് വനം പോലെ തോന്നിപ്പിക്കപ്പെടും. അതിനകത്ത് കാട്ടുപന്നിയും മുള്ളംപന്നിയൊക്കെ ഉണ്ടാവും, പക്ഷെ യഥാർത്ഥത്തിൽ അത് വനമല്ല. അപ്പോൾ വനവിസ്തൃതി വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില കണക്കുകൾ വെച്ചുകൊണ്ട് കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു പ്രതീതിയാണ്. വനം കൂടുന്നു. ആകാശത്ത് നിന്ന് വിമാനത്തിന് താഴോട്ട് നോക്കിയാൽ ശരിയാണ്, അതല്ലാതെ അതിന് ശാസ്ത്രീയ അടിത്തറ ഒന്നുമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാവുന്നത്? കേരളത്തിൽ 300ഓളം പേരെയാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. 300ഓളം പേരാണ്. കന്നുകാലികളുടെ എണ്ണം അതിന്റെ 3 ഇരട്ടിയോളം വരും. ഏതാണ്ട് 1000ഓളം കന്നുകാലികൾ മരിച്ചിട്ടുണ്ടാവും. അതുപോലെ കൃഷിനാശം, ഇതെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ കാരണം നമ്മൾ ഇനിയെങ്കിലും കണ്ടെത്തി പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വർദ്ധിച്ച് വരും. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മറ്റ് സംസ്ഥാനങ്ങളിലും വനങ്ങളുണ്ട്, അവിടെയും വന്യമൃഗങ്ങളുണ്ട്. അവരാരും പുറത്തിറങ്ങുന്നില്ല, അവരാരും മനുഷ്യരെ കൊല്ലുന്നില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം. അതായത് ഈ വനത്തിനകത്ത് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ജീവിക്കാൻ ആവശ്യമായ ആവാസ വ്യവസ്ഥയും ഉണ്ട് എങ്കിൽ ഒരു മൃഗവും പുറത്തേക്ക് ഇറങ്ങി വരില്ല. പുറത്തേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നടത്തിയ പഠനങ്ങൾ ഇവിടെയുണ്ട്. അതായത് പുറത്തു വന്ന് മനുഷ്യനെയോ മൃഗങ്ങളെയോ ആക്രമിച്ച, അത് കാട്ടുപന്നി ആവട്ടെ, കാട്ടാനയാവട്ടെ, കാട്ടുപോത്താവട്ടെ, അത് പുലിയാവട്ടെ, കടുവയാവട്ടെ, എന്തും ആവട്ടെ, അവരെ പിടിച്ചു കഴിഞ്ഞ് അല്ലെങ്കിൽ അതിനെ പരിശോധിച്ചു കഴിയുമ്പോൾ പലതും വെടിയേറ്റതാണ്. പല മൃഗങ്ങൾക്കും വെടിയേറ്റിട്ടുണ്ട്, പല മൃഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട്, പല മൃഗങ്ങൾക്കും അവരുടെ ശരീരത്തിൽ തറച്ച സിറിഞ്ചുകൾ വരെ ഉണ്ട്. ഇങ്ങനെ പെല്ലറ്റുകളൊക്കെ തറച്ചിട്ടുള്ള ധാരാളം സന്ദർഭങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വനപാലകർ കൃത്യമായി വനം പരിപാലിക്കുന്നുണ്ടോ? വനപരിപാലനത്തിന് വേണ്ടി കേന്ദ്രം കൊടുക്കുന്ന പണം കേരളം ചെലവഴിക്കുന്നുണ്ടോ? ഒരൊറ്റ ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം 77 കോടി രൂപ കേരളത്തിലെ വനപരിപാലനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്ക് കൊടുത്തു. ഈ 77 കോടി രൂപയിൽ ചെലവഴിച്ചത് 2 ജീപ്പ് മേടിക്കാനുള്ള 48 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി മുഴുവൻ തുകയും ലാപ്സായി. കഴിഞ്ഞ 6 വർഷമായി കേന്ദ്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക ലാപ്സായിക്കൊണ്ടിരിക്കുകയാണ്. 5 വർഷം കൂടുമ്പോൾ വനപരിപാലനത്തിന് വേണ്ടി 600 കോടി രൂപയുടെ വലിയൊരു പ്രോജക്റ്റ് സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടുണ്ട്. ഒരു പൈസ പോലും മേടിച്ചെടുത്തിട്ടില്ല. അത് മുഴുവൻ ലാപ്സാകുകയാണ്. പണ്ടൊക്കെയാണെങ്കിൽ മേടിച്ചെടുത്ത് കൊള്ളയടിക്കും. ഇപ്പൊ മേടിച്ചെടുത്ത് കൊള്ളയടിക്കാൻ പറ്റില്ല, കണക്ക് കൊടുക്കണം. അതുകൊണ്ട് ലാപ്സാക്കുകയാണ്, എടുക്കുന്നേ ഇല്ല. ഇതിന്റെ നഷ്ടം എന്താണ്? വനത്തിനകത്ത് വെള്ളം കൊടുക്കണം, മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ആവശ്യമായ വെള്ളം കൊടുക്കണം.
അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മരങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ വെച്ചുപിടിപ്പിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ആന മാത്രം എടുക്കാം. ആനയ്ക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള മുളങ്കാടുകൾ വെച്ച് പിടിപ്പിക്കണം. ആനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം കൊടുക്കണം. ആനയ്ക്ക് സഞ്ചരിക്കാനുള്ള ആനത്താരകൾ വനത്തിനകത്ത് മുറിയാതെ സംരക്ഷിക്കണം. പിന്നെ ആനയുടെ ഭക്ഷണമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ഇപ്പൊ ചൂണ്ടപ്പന, കൊടപ്പന, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കണം. വനത്തിനകത്തേക്ക് തീവ്രവാദികളും മറ്റും കയറിക്കൂടി ആയുധ പരിശീലനം നടത്തുന്നത് പോലെയുള്ള പരിപാടികൾ നിരോധിക്കണം. കഞ്ചാവ് കൃഷി നിരോധിക്കണം. പിന്നെ മൃഗങ്ങളെ ആക്രമിക്കുന്ന, അതായത് മൃഗങ്ങളെ വെടിവെച്ച് മൃഗ വിനോദം നടത്തുക, മൃഗങ്ങൾക്ക് മറ്റു രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് അവയെ പിടിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തടയാൻ ആണ് കേന്ദ്രം എല്ലാ വർഷവും 77 കോടി രൂപ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് മൃഗങ്ങൾക്ക് വനത്തിനകത്ത് വെള്ളമില്ല, ഭക്ഷണമില്ല, വഴികളില്ല, താമസ സൗകര്യമില്ല. പിന്നെ വനത്തിനകത്ത് വനനശീകരണവും വനം കൊള്ളയും തീവ്രവാദ പരിശീലനവും മയക്കുമരുന്നും കഞ്ചാവ് കൃഷിയും നിർബാധം നടക്കുന്നത് കൊണ്ട് മൃഗങ്ങൾക്ക് സുരക്ഷിതരല്ല. അതുകൊണ്ടാണ് അവർ പുറത്തിറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം. തീർച്ചയായിട്ടും അങ്ങിപ്പോൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഇത് മാത്രമാണോ കാരണം? ഈ മാറിയ കാലാവസ്ഥ, ആഗോളതാപനം വർദ്ധിച്ചിരിക്കുന്നു, അതിതീവ്ര മഴ ഉണ്ടാകുന്നു, ഇതും ഈ കാട്ടുമൃഗങ്ങളെ നാട്ടിലേക്ക് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമല്ലേ? വളരെ ശരിയാണ് പ്രശാന്ത് പറഞ്ഞത്, വളരെ ശരിയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൃഗങ്ങളുടെ മാറ്റത്തിന് വളരെ വലിയ കാരണമാണ്. വളരെ വലിയ ഈ കാര്യത്തിൽ പഠനം നടത്തിയ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന പ്രകൃതി ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. മയിലുകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. കുട്ടികൾക്കും നാട്ടുകാർക്കും ഒക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, ഒരു ഭംഗിയാ മയിൽ. പക്ഷെ അതിന് വലിയൊരു അപകട സൂചനയാണ്. കാരണം എന്താ? മയിലുകൾ വെള്ളമുള്ളിടത്തേ ജീവിക്കുള്ളൂ. കാട്ടിലെ മയിൽ നാട്ടിലേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ കാട്ടിൽ വെള്ളമില്ല, കാട്ടിൽ വരൾച്ച ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാലാവസ്ഥാ വ്യതിയാനം മൂലം കേരളത്തിലെ നിബിഡ വനങ്ങളിൽ വരൾച്ച ഉണ്ടായാൽ ഭാവിയിൽ വരാൻ പോകുന്നത് കാട്ടുതീയാണ്. കാരണം ഉണങ്ങി വീഴുന്ന ചില്ലകളും മരങ്ങളും കാറ്റത്ത് ഉരഞ്ഞു കഴിഞ്ഞ് കാട്ടുതീ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് മയിൽ നിൽക്കില്ല. അതുകൊണ്ട് മയിൽ ഇത് മനസ്സിലാക്കാൻ മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളതുകൊണ്ട് അവർ നേരത്തെ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങി. കാരണം നാളെ വരുന്ന കാട്ടുതീയിൽ നിന്ന് അവർക്ക് അവരുടെ വംശത്തെ രക്ഷിക്കണം. മുള്ളംപന്നി, കീരി, പന്നി, കാട്ടുപന്നി, ഇതെല്ലാം ഇപ്പൊ നാട്ടിലുണ്ട്. ഉടുമ്പ്. നമ്മൾ വെറുതെ നമ്മുടെ നാട്ടിൻപുറത്തെ വഴിയിൽ കൂടി വാഹനം ഓടിച്ചോ നടന്നു പോകും. ഞാൻ കാണാറുണ്ട്, കീരിയെ കാണാറുണ്ട്, മുള്ളംപന്നിയെ കാണാറുണ്ട്, ഉടുമ്പിനെ കാണാറുണ്ട്, നിരന്തരം കാണാറുണ്ട്. പെരുമ്പാമ്പും ഇപ്പൊ ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഇതൊക്കെ വന്നതിന്റെ കാരണം എന്താണ്? വനത്തിനകത്ത് സംവിധാനം ഇല്ല, മൃഗങ്ങൾക്ക് വനത്തിനകത്ത് സംവിധാനമില്ല. കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം മനുഷ്യന്റെ മാനസികാവസ്ഥയുടെ വ്യതിയാനവും കൂടെ കൂടിച്ചേരുമ്പോൾ മൃഗങ്ങൾ വനത്തിൽ നിന്ന് പുറത്തിറങ്ങാതെ രക്ഷയില്ലാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ കൂട്ടത്തിൽ ഈ മനുഷ്യൻ ഇപ്പോഴും വനം കയ്യേറുന്നില്ലേ? അങ്ങ് നായാട്ടിൻ്റെ കാര്യം സൂചിപ്പിച്ചു. നായാട്ട് പോലെയുള്ളത് ക്രിമിനൽ സംഘങ്ങളാണ് നടത്തി വരുന്നത്. അത് അമർച്ച ചെയ്യാൻ നമ്മുടെ വനം വകുപ്പിന് സാധിക്കും. അതിനുള്ള സംവിധാനം അവരുടെ കയ്യിൽ ഉണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഇപ്പോഴും വനം കയ്യേറ്റം കേരളത്തിൽ തുടരുന്നു എന്നല്ലേ? അതുകൂടി ഒന്ന് വിശദീകരിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. വനം കയ്യേറ്റം രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, വനത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി റിസോർട്ടുകൾ ഉണ്ടാക്കുക, തടയണകൾ ഉണ്ടാക്കുക. നമ്മുടെ MLA-മാർ വരെ ഈ കാര്യത്തിൽ പ്രതികൂട്ടി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഭരണകൂടം സപ്പോർട്ട് ചെയ്യുന്നു. ഇനി വളരെ ഭീകരമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ വനത്തിലെ തടി വെട്ടിക്കൊണ്ടുപോകുന്നത് വനം കൊള്ളക്കാരല്ല, വനപരിപാലകരാണ്. വനത്തിലെ തടി അവരുടെ കണക്കുണ്ട്. ഇന്ന സ്ഥലത്ത് ഇന്ന വണ്ണം, ഇന്ന നീളം, ഇന്ന പൊക്കമുള്ള ഇത്ര ചുവക്കടിയുള്ള മരം നിപ്പുണ്ടെന്ന് അറിയാം. അത് ചന്ദനമാണെങ്കിലും തേക്കാണെങ്കിലും ആഞ്ഞിലി ആണെങ്കിലും ഈട്ടി ആണെങ്കിലും ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ തടിവെട്ട് മാഫിയയ്ക്ക് വിവരം കൊടുക്കും. എന്നിട്ട് ഇവരുമായിട്ട് ഒത്തുകളിക്കും. നിങ്ങൾ ഈ തടി വെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് അത് കണ്ടുകെട്ടി നിങ്ങളെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നിയമപരമായിട്ട് ഇത് ലേലം ചെയ്യും. അങ്ങനെ ലേലം ചെയ്യുമ്പോൾ പുറം ലോകം അറിയാതെ നിങ്ങൾക്ക് തന്നെ ലേലം സ്ഥിരപ്പെടുത്തി തരും. അങ്ങനെ സ്ഥിരപ്പെടുത്തി തരുമ്പോൾ നിങ്ങൾ ആ തടിയുടെ ഇത്രയും ഭാഗം ഓരോരോ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലിയായിട്ട് കൊടുക്കണം. ഇതൊരു എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റിന്റെ പുറത്ത് കൃത്യമായി ഇന്നിടത്ത് നിൽക്കുന്ന തടി വെട്ടാൻ
കാണിച്ചു കൊടുക്കുന്നതും വെട്ടിക്കുന്നതും വനപരിപാലകർ തന്നെയാണ്. അതിനവർക്ക് കൈക്കൂലി കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലോ? അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ വനപരിപാലകർ എന്തുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നത്? ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം അവരോട് കൈക്കൂലി മേടിക്കുന്നുണ്ട്. അപ്പോൾ കാട്ടിനകത്തൊരു വലിയ തടി വെട്ടുമ്പോ മന്ത്രി, MLA, MP അടക്കം എല്ലാവർക്കും വീതം കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വന കൊള്ള നടക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും നമ്മുടെ വനനിയമം ശരിയായി നടപ്പാക്കിയാൽ, അങ്ങ് പറഞ്ഞതുപോലെ കൃത്യമായി കേന്ദ്ര ഫണ്ടുകളെല്ലാം വാങ്ങിയെടുത്ത് എല്ലാ വർഷവും ചെയ്യേണ്ട കാര്യങ്ങൾ, സുരക്ഷാ മുൻകരുതലുകൾ ഉൾപ്പെടെ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പറയുന്നത് പോലെ വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികം നമുക്ക് കുറച്ച് തരും. അത് ആ ഒരു മാർഗത്തിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒക്കെ കടന്നു വന്നാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും വളരെ നന്ദി.